മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കേംബ്രിഡ്ജ് സർവകലാശാല പരീക്ഷയിൽ തോറ്റിരുന്നുവെന്ന പരാമർശത്തിൽ മണിശങ്കർ അയ്യർക്കെതിരെ തുറന്നടിച്ച് കോൺഗ്രസ്. നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് അയ്യരുടെ പരാമർശമെന്ന് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് വിമർശിച്ചു. രാകേഷ് തുടരുന്നുണ്ട്. എന്താണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മണിശങ്കർ അയ്യർ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിന് വഴിതെളിഞ്ഞിരിക്കുന്നത്. അതായത് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ പരീക്ഷയിൽ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ആരും തന്നെ അത്തരം പരീക്ഷകളിൽ തോൽക്കാറില്ല. അസാധാരണ നടപടിയാണിത്. കാരണം എല്ലാവരെയും ജയിപ്പിച്ചു വിടുക പതിവാണ് എന്ന പരാമർശമാണ് മണിശങ്കർ അയ്യർ നടത്തിയത്. ഏതായാലും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു അഭിമുഖമാണത്. അതിലെ ചില പരാമർശങ്ങൾ BJP കട്ട് ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചു. അതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഒട്ടും രസിച്ചിട്ടില്ല ഈ പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മണിശങ്കർ അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് ആണ് ഏറ്റവും ഒടുവിൽ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് നിരാശയുടെ പടുകുഴിയിലാണ് മണിശങ്കർ അയ്യരുള്ളത്. ഇത്തരം ആളുകൾ എന്താണ് പറയുകയെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടാകില്ല എന്ന കടുത്ത വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ പരാമർശത്തോട് അകലം പാലിക്കുകയാണ് കോൺഗ്രസ്. BJP ആകട്ടെ ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്തായിരിക്കും മണിശങ്കർ അയ്യർ ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കുക എന്ന് വ്യക്തമാകാനുണ്ട്. കാരണം മണിശങ്കർ അയ്യർ നേരത്തെയും സമാനമായ രീതിയിൽ പല വിഷയങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പരാമർശം പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാവായ മുൻ പ്രധാനമന്ത്രി കൂടിയായ രാജീവ് ഗാന്ധിക്കെതിരെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് രാജ്യത്തിന്റെ പേര് വിദേശ രാജ്യങ്ങളിലടക്കം അങ്ങനെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് അകലം പാലിക്കുകയാണ്. മണിശങ്കർ അയ്യരോട് അകലം പാലിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. ആര്യ. CR രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.